മനോഹരവും മൃദുവുമായ ചുണ്ടുകൾ വേണമെന്ന് ആഗ്രഹിക്കാത്തവരായ ആരുണ്ട് ഈ ലോകത്ത്? എന്നാൽ പലർക്കും അത് സ്വപ്നം മാത്രമാണ്. എന്നാൽ മാറുന്ന കാലാവസ്ഥ നമ്മുടെ ചുണ്ടുകളുടെ ചർമ്മത്തെ പോലും വരണ്ടതാക്കും. ഇക്കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചിരിക്കാനോ ഒന്ന് വായ കഴുകാനോ പോലും പ്രയാസം നേരിടാം. ചുണ്ടുകൾ വലിഞ്ഞ് നീറ്റൽ അനുഭവപ്പെടാം. ഇക്കാരണത്താൽ സ്വയം പരിപാലനം ബുദ്ധിമുട്ടാകാം. മുഖത്തേക്കാൾ ഏറ്റവും അധികം ചുണ്ടിലാണ് വരൾച്ച കൂടുതലായി കാണപ്പെടുന്നത് എന്ന കാര്യം എത്ര പേർക്കറിയാം? ശരീരത്തിലെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചുണ്ടുകളിൽ എണ്ണഗ്രന്ഥികളില്ല. അതിനാൽ ചുണ്ടുകളിൽ പെട്ടെന്ന് വരൾച്ച ഉണ്ടാകുന്നു. ചുണ്ടുകളിലെ വരൾച്ച വളരെ വൈകിയാണ് മാറുക. അതിനാൽ വരണ്ടതും വിണ്ടുകീറിയതുമായ ചുണ്ടുകളുടെ പ്രശ്നം ഭേദമാക്കാൻ കുറച്ച് സമയമെടുക്കും. തണുത്ത് കാറ്റേൽക്കുന്നത് മൂലമാണ് ചുണ്ടുകൾ വരളുന്നത് എന്നാണ് മിക്കവരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. തണുത്തതും വരണ്ടതുമായ കാറ്റ് മാത്രമല്ല, സൂര്യൻ്റെ ദോഷകരമായ കിരണങ്ങളും ഗുണനിലവാരമില്ലാത്തതും വില കുറഞ്ഞതുമായ ലിപ്പ് ഉൽപ്പന്നങ്ങളും വരെ ഇതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് വില കുറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ചുണ്ടുകളിൽ അബദ്ധത്തിൽ പോലും ഉപയോഗിക്കരുത്. ഇനിയും പല കാരണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അടിക്കടി നാവ് കൊണ്ട് ചുണ്ട് നനയ്ക്കുക, ദീർഘനേര ചുണ്ടിൽ മാറ്റ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്, മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, മാറുന്ന കാലാവസ്ഥ, നല്ല എരിവുള്ള ഭക്ഷണം മുതലായവ കഴിക്കുക. ഇതൊക്കെ ചുണ്ടുകളുടെ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്രമേണ അവ വരണ്ടു പോകുകയും അടരുകളായി ചർമ്മം ഇളകി വരികയും അവയിൽ വരകൾ പ്രത്യക്ഷപ്പെടുകയും വീർക്കുകയും ചെയ്യും. ചിലപ്പോൾ രക്തസ്രാവം പോലും ഉണ്ടാകാം. അത്തരമൊരു സാഹചര്യത്തിൽ അവയുടെ പരിചരണം വളരെ പ്രധാനമാണ്. അതിനാൽ പ്രശ്നം വലുതാകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. വരണ്ട ചുണ്ടുകളുടെ പ്രശ്നമുണ്ടെങ്കിൽ കെമിക്കൽ ലിപ്പ് ബാമുകളുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നുണ്ട്. കാരണം അവ നിങ്ങളുടെ ചുണ്ടുകൾക്ക് കുറച്ച് സമയത്തേക്ക് മാത്രമേ ആശ്വാസം നൽകുകയുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എളുപ്പവും ടെസ്റ്റ് ചെയ്തതുമായ പരിഹാര മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രശ്നത്തിൽ നിന്നും മുക്തി നേടാം. ആഴ്ചയിൽ ഒരിക്കൽ മൃദുവായ നനഞ്ഞ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ചുണ്ടുകളിലെ ഡെഡ് സ്കിൻ സാവധാനത്തിൽ ഉരച്ചു നീക്കുക. തുടർന്ന് മികച്ച ക്വാളിറ്റിയുള്ള ലിപ്പ് ബാം ചുണ്ടുകളിൽ അപ്ലൈ ചെയ്യുക. പെട്ടെന്ന് വരണ്ടു പോകുന്നതിനാൽ ധാരാളം വെള്ളം കുടിക്കുക. നാവ് കൊണ്ട് ചുണ്ട് നനയ്ക്കരുത്. NPF 15 അല്ലെങ്കിൽ അതിനും കൂടുതലുള്ളതോ ആയ ലിപ്പ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. 2 മണിക്കൂർ കൂടുമ്പോൾ സൺ പ്രൊട്ടക്ഷനുള്ള ലിപ്പ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാം. രാത്രിയിൽ ചുണ്ടിൽ ലിപ്പ് മോയ്സ്ചറൈസിങ് പുരട്ടാം. അത്തരം ഉൽപ്പന്നങ്ങൾ പേഴ്സിൽ കരുതി വയ്ക്കുന്നത് നല്ലതാണ്. ഷിയ ബട്ടർ, കോക്കോ ബട്ടർ, വെളിച്ചെണ്ണ എന്നിവ അടങ്ങിയ ലിപ്പ് ബാമുകൾ ഉപയോഗിക്കുന്നത് ചൂടിൽ നിന്നും മറ്റ് അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും ചുണ്ടുകൾക്ക് സംരക്ഷണം നൽകും. വിറ്റാമിൻ E ക്യാപ്സൂൾ പൊട്ടിച്ച് ഓയിൽ ചുണ്ടുകളിൽ അപ്ലൈ ചെയ്യുക. ഇത് രക്തയോട്ടത്തെ വർദ്ധിപ്പിക്കുകയും പുതിയ ചർമ്മകോശങ്ങൾ രൂപം കൊള്ളാൻ സഹായിക്കുകയും ചെയ്യും.